മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് മിൽക്ക് ഇൻസെന്റീവ് അനുവദിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 5 ക്ഷീര സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകർക്കാണ് മിൽക്ക് ഇൻസെന്റീവ് പദ്ധതി പ്രകാരം 1 ലിറ്ററിന് 3 രൂപ അധിക വിലയായി നൽകുക. ക്ഷീര കർഷകർക്ക് മിൽക്ക് ഇൻസെന്റീവ് നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ 7.5 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിന് അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് ക്ഷീരകർഷകരുടെ ഗുണഭോക്തൃ പട്ടിക ഗ്രാമസഭകൾ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ തുക വകമാറ്റിയതായി ആരോപിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തുവരികയും അടിയന്തരമായി മിൽക്ക് ഇൻസെന്റീവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഞാനൊരു മിൽക്ക് സൊസൈറ്റി സെക്രട്ടറി കൂടി ആയതുകൊണ്ട് ആ പണം നഷ്ടപ്പെട്ട കർഷകർക്കുണ്ടാകുന്ന വേദന ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇതെങ്ങനെയെങ്കിലും പ്രതികരിക്കണം, ഇത് അവർക്ക് തിരിച്ച് ലഭ്യമാക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പരാതി കൊടുത്തതും അതുപോലെ തന്നെ കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയതുമെല്ലാം. നിർവഹണ ഉദ്യോഗസ്ഥർ ബില്ല് സമർപ്പിക്കാൻ വൈകിയതായും പ്ലാൻ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് കർഷകർക്ക് ധനസഹായം നൽകുമെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മിൽക്ക് ഇൻസെന്റീവ് അനുവദിച്ചത് ക്ഷീരകർഷകർക്ക് വലിയ ആശ്വാസമാവുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷം 7.5 ലക്ഷം ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവ് വകയിരുത്തിയത് സാങ്കേതികപരമായി 100% പ്ലാൻ ഫണ്ട് തിരിക്കുന്നതിൻ്റെ ഭാഗമായി അത് നിഷേധിക്കപ്പെടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്ത CPM ഭരണസമിതിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിൻ്റെ മെമ്പർമാരുടെയും ക്ഷീരകർഷകരുടെയും കർഷക കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ സമര പോരാട്ടങ്ങളുടെയും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അത് ഭരണസമിതിയെ കൊണ്ട് തിരിച്ചു വെപ്പിക്കാനും അത് ഇംപ്ലിമെൻ്റ് ഓഫീസർക്ക് കൈമാറാനും കഴിഞ്ഞതിൽ മേലാർകോടിലെ കോൺഗ്രസിനും UDFനും കർഷക കോൺഗ്രസിനും ക്ഷീരകർഷകർക്കും അഭിമാനമാണ്. UTV ന്യൂസ് പാലക്കാട്.